കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കും, മുതിർന്നവരിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും പകർന്നു നൽകേണ്ട നല്ല ശീലം, ആ ശീലം ജീവിതത്തിൽ പകർത്തിയ ഒരു കൊച്ചുകുട്ടി ദേവിക ഇത്തവണത്തെ അവാർഡ്. ശില്പിയുടെയും ദേവത്തിന്റെയും മകളാണ്. അവർ രണ്ടുപേരും ഇതിന് മുന്നിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് അവാർഡ്? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ സ്കൂളിൽ ജൂൺ 5 പരിസര ദിനത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തതിൽ ബാക്കി വന്ന 8 തൈകൾ ദേവികൾക്ക് ടീച്ചർ കൊടുത്തു. ഇത് നീ പോകുമ്പോൾ റോഡിലൊക്കെ കുഴിച്ചു. അച്ഛനോടൊപ്പം കുട്ടി അത് റോഡിലൊക്കെ കുഴിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ പള്ളിയുടെ ടയർ കയറിയിട്ടും ആളുകൾ ചവിട്ടിയിട്ടപ്പോൾ അത് നഷ്ടപ്പെട്ടു. ആ സങ്കടം ആ കുട്ടിക്ക് അല്ലാതെ വേദനിപ്പിച്ചു. പിന്നീട് പരാജയപ്പെടുകയല്ല ചെയ്തത്. ഇതിൽ നിന്ന് സ്വന്തം വീട്ടിൽ തന്നെ പല വിത്തുകളും എടുത്ത് തൈകൾ ഉണ്ടാക്കി കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ന് 718 തൈകൾ നട്ട് വളർത്തുന്നുണ്ട്. ഇത് പിന്നീട് ഒട്ടല്ല നട്ടത്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള ക്ഷേത്രങ്ങളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ, ഇത്തരത്തിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിൽ എവിടെയാണ് നട്ടത്? ഇതെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം 100 പുരസ്കാരങ്ങൾ ദേവികയെ തേടി എത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട 12 പുരസ്കാരം. ആ 12 4 സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അതിൽ ചിലത് ഞാൻ സൂചിപ്പിക്കാം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാനത്തെ കുട്ടി കർഷക അവാർഡ് ആലപ്പുഴയിൽ വെച്ച് പത്മശ്രീ ചെറുവയൽ കാമേട്ടൻ നിന്ന് ഏറ്റുവാങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹരിത പ്രഭാവ പുരസ്കാരം 2024 കോഴിക്കോട് വെച്ച് കലക്ടർ സ്നേഹകുമാറിൽ നിന്ന് ഏറ്റുവാങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശുചിത്വത്തിനുള്ള കുഞ്ഞ് ഏകോസ് 2024 കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക തയ്യാറാക്കിയ പുസ്തകത്തിൽ അത് വന്നിട്ടുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അമൃതദേവി പുരസ്കാരം 2024 തിരുവനന്തപുരത്ത് വെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനിൽ നിന്ന് ഏറ്റുവാങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കണ്ടലമ്മച്ചി പുരസ്കാരം 2024 കോട്ടയം വൃക്ഷവൈദ്യൻ എന്നറിയപ്പെടുന്ന ബിനു കോട്ടയത്തിൽ നിന്ന് ഏറ്റുവാങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വനമിത്ര പുരസ്കാരം 2024 തിരുവനന്തപുരത്ത് വെച്ച് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സാറിൽ നിന്ന് ഏറ്റുവാങ്ങി. നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, വനമിത്ര പുരസ്കാരം വാങ്ങിയതൊക്കെ 60 വയസ്സിന് മേലോട്ടുള്ള ആളുകളാണ്. ഈ ഒരു കുട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സംസ്ഥാന ശിക്ഷ ശ്രേഷ്ഠ പുരസ്കാരം 2025 പത്തനംതിട്ട MK രാഘവൻ MP കോഴിക്കോട് MP നിന്ന് ഏറ്റുവാങ്ങി. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ NCC നാഷണൽ കാഡറ്റുകൾക്കുള്ള 20 ചോദ്യങ്ങൾക്കുള്ള ശരിയുത്തരം നൽകിക്കൊണ്ട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ